യേശുവേ കരുണാസനാപതിയേ, നട്ടം തിരിയുമെന്നെ വീണ്ടുകൊൾ. യേശുവേ കരുണാസനാപതിയേ, എണ്ണമറ്റ പാപങ്ങൾ ഞാൻ ചെയ്തവയാകെ പൊറുത്തു പുണ്യവാനികളെ എന്നെ പുണ്യനാക്കണം. നിന്നടിമയായിടുമോ ഉന്നതിയെ എനിക്കുണ്ടാവാം, നിന്നടി വണങ്ങി നിത്യം വന്ദനം ചെയ്തിടും. യേശുവേ കരുണാസനാപതിയേ, നട്ടം തിരിയുമെന്നെ വീണ്ടുകൊൾ. യേശുവേ കരുണാസനാപതിയേ. 68-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മുടെ ധ്യാനത്തിന് ആധാരമായി നാം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയത്. വലിയൊരു സങ്കീർത്തനമാണ്. ആയതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ 20-ാമത്തെ വാക്യം കൊണ്ട് കാര്യങ്ങളെ പരിമിതപ്പെടുത്തി. 35 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അല്പസമയം നമുക്കിതിൽ നിന്ന് ചില കാര്യങ്ങൾ ശാന്തമായി ധ്യാനിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. 68-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവം നമുക്ക് ഉദാഹരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ. മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഇത്രയേറെ ഗൗരവമായി പഠിപ്പിക്കുന്ന മറ്റൊരു മതഗ്രന്ഥവും ഉലകത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് മിക്കവാറും മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിലും അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ധാരണ ഒരു മതങ്ങളും നമുക്ക് നൽകി തരുന്നില്ല. എന്നാൽ നമ്മുടെ കരത്തിലിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും വളരെ ആധികാരികമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ മുൻപിൽ കാണിച്ച് തരുന്നുണ്ട്. അവ്യക്തമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തത കിട്ടുമ്പോൾ അതിന് ആനുപാതികമായി നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയും. നമ്മളെല്ലാം മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരാണ്. ഇവിടെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ കാലം നമുക്ക് നിത്യതയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ ആയുസ് എത്രയാണ് എന്ന് ആർക്കും അറിയുവാനായിട്ട് കഴിയത്തില്ല. ഏത് സമയത്തും മരണം നമ്മളിൽ സംഭവിക്കാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എപ്പോഴാണ് ഒരു മനുഷ്യൻ മരണത്തിന് പാകപ്പെടുന്നത് എന്ന് ഒരിക്കൽ ഒരാളോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത മറുപടി ഇങ്ങനെയാണ്: ജനിച്ചു വീഴുമ്പോഴേ മരണത്തിന് മനുഷ്യൻ പാകപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. എന്ന് വെച്ചാൽ ജനനം എപ്പോൾ സംഭവിക്കുന്നോ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ തന്നെ മരണത്തിനായിട്ട് പാകപ്പെട്ട് കഴിഞ്ഞു. എന്ന് വെച്ചാൽ മരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രായപരിധിയൊന്നും ഇവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. വിവാഹം കഴിക്കാൻ ഗവൺമെൻറ് വെച്ച് ഒരു പ്രായമുണ്ട്, വോട്ട് ചെയ്യാൻ ഗവൺമെൻറ് വെച്ച് ഒരു പ്രായമുണ്ട്. ഇങ്ങനെ പലതിനും ഇവിടെ പ്രായം ഒരു കണക്കാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ മരിക്കാൻ ഇത്ര വയസ്സ് എന്നൊരു പ്രായം നിജപ്പെടുത്തിയിട്ടില്ല. കാരണം മനുഷ്യനെ നിജപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഏത് സമയവും മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു വീക്ഷണം നമ്മുടെ മനസ്സിൽ ഇരുന്നാൽ നമുക്ക് നമ്മുടെ ദൈവബന്ധം ഉറപ്പിക്കുവാനും നിത്യതയിലോട്ടുള്ള പോക്കിനായി ഒരുങ്ങുവാനും ഒക്കെ അത് നമുക്ക് സഹായകരമാകും. മരണത്തെ സംബന്ധിച്ച് ഒട്ടുവളേറെ പരാമർശങ്ങൾ വിശേഷിച്ച് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കിടപ്പുണ്ട്. മരിക്കുക, മരണാനന്തര ജീവിതം, ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. 2-3 ലളിത കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിൽ ശാന്തമായി നൽകി ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വാക്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഒന്നും വായിപ്പിച്ച് മുൻപോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. മരിക്കുക എന്ന് പറയുമ്പോൾ വ്യത്യസ്ത തലത്തിലുള്ള മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ശരീരത്തിൻ്റെ മരണമുണ്ട്, ആത്മാവിൻ്റെ മരണമുണ്ട്, രണ്ടാം മരണമുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കത് സംബന്ധിച്ച് കാണാനായിട്ട് പറ്റും.
യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 പാപത്തിൽ മരിക്കുക എന്ന് കാണാൻ പറ്റുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 4:16 ക്രിസ്തുവിൽ മരിക്കുക എന്ന് കാണുന്നുണ്ട്. റോമർ 6:2 പാപസംബന്ധമായി മരിക്കുക എന്ന് കാണുന്നുണ്ട്. ഗലാത്യർ 2:19 ന്യായപ്രമാണ സംബന്ധമായിട്ടുള്ള മരണത്തെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൊലോസ്യർ 2:20 ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഗൗരവതരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് അതിനുള്ള ഒരു സന്ദർഭം അല്ലാത്തതുകൊണ്ട് ഈ സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തോട് ബന്ധപ്പെട്ട് അല്പകാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മനസ്സിൽ നൽകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഇന്ന് പകലിൽ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിലെ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഈ 20-ാമത്തെ വാക്യത്തിന്റെ 2-ാം പാദത്തിൽ നാം കണ്ടത്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്ക് ഉള്ളവ തന്നെ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നീക്കുപോക്ക് എന്നുള്ളതൊരു പഴയ മലയാള ഭാഷയാണ്. നീക്കുപോക്ക് എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കിക്കേ. നമുക്കറിയാം നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മുടെ മരണത്തെക്കുറിച്ചും ശരീരത്തിൻ്റെ പോരായ്മകളെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചും വചനം നമുക്ക് ഗൗരവമായിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. 1-2 വാക്യങ്ങൾ നമുക്ക് അതോട് ബന്ധപ്പെട്ടൊന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ശരീരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന അതിപ്രധാനമായിട്ടുള്ള ഗൗരവമുള്ള 2 വാക്യങ്ങളുണ്ട്. അതിലെ ഒരു വാക്യമാണ് റോമാലേഖനം 7-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അത് മനുഷ്യരുടെ എല്ലാം ഒരു നിലവിളിയായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരു വിടുവിക്കും എന്നാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം മരണത്തിന് അധീനമായ ഒരു ശരീരമാണ്. മരണമെന്നുള്ള വ്യവസ്ഥയ്ക്ക് കീഴിലാണ്, അതിൻ്റെ മുകളിലല്ല, അതിൻ്റെ കീഴിലാണ് നമ്മുടെ ശരീര വ്യവസ്ഥിതി. എങ്ങനെയാണ് അതിൻ്റെ കീഴിൽ നമ്മുടെ ശരീരം അധീനമായി പോയത്? പാപം നിമിത്തമാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ ഒരു ഭാഗം അവിടെ അങ്ങനെ പറയുമ്പോൾ ഫിലിപ്പ് ലേഖനം 3:21 മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് താഴ്ചയുള്ള നമ്മുടെ ശരീരം എന്നാണ്. താഴ്ചയുള്ള നമ്മുടെ ശരീരം. ഫിലിപ്പ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം എടുത്ത പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് വായിച്ചോ. നമുക്ക് പ്രത്യാശ നൽകുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു വാക്യഭാഗമാണ്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അപ്പോ ഇന്ന് നമ്മുടെ ശരീരത്തിൻ്റെ വ്യവസ്ഥിതി എന്നുള്ളത് മരണത്തിന് അധീനമായിട്ടുള്ള ഒരു ശരീരമാണ്. രണ്ടാമത് ഇന്ന് നമ്മുടെ ശരീരത്തിനുള്ള രണ്ടാമത്തെ ഒരു പോരായ്മ എന്നുള്ളത് ഈ ശരീരം താഴ്ചയുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മറ്റിതര സകല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ ചേക്കേറുന്നതും നമ്മൾ ആ രോഗത്തിൻ്റെ കീഴിൽ വിധേയപ്പെട്ടു പോകുന്നതുമൊക്കെ ഈ ശരീരം താഴ്ചയുള്ള ശരീരമായതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന ശരീരത്തെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടി നമുക്ക് ബോധ്യം തരുന്നുണ്ട്. ആ ദ്രവത്വമുള്ള ഈ ശരീരം അദ്രവത്വത്തിലേക്ക് മാറുന്ന ഒരു സമയം നമ്മുടെ മുൻപിൽ സമാഗതമാകാനായിട്ട് പോകുകയാണ്. അപ്പൊ ഇന്ന് മരണത്തിന് അധീനമാണ് ഈ ശരീരം. 2, ഇത് താഴ്ചയുള്ള ഒരു ശരീരമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാ, 68:20 മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാകുന്നു. പ്രിയപ്പെട്ടവരെ, ജനിച്ചു കഴിഞ്ഞ് ഇത്രയും പ്രായത്തിൻ്റെ ഇടയിൽ നമ്മളിൽ എത്ര പ്രിയപ്പെട്ടവര് അറിഞ്ഞിട്ടുണ്ട്? നാം അറിഞ്ഞും അറിയാതെയുമൊക്കെ എത്രയോ നീക്കുപോക്കുകൾ മരണത്തിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. ശാരീരികമായിട്ടുള്ള ചില വേദനകൾ, അപകടങ്ങളിൽപ്പെട്ട അവസ്ഥകൾ, ഇതിൽ കൂടിയൊക്കെ കടന്നുപോയ സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാത്ത എത്രയെത്ര നീക്കുപോക്കുകൾ, നമ്മൾ അറിഞ്ഞിട്ട് എത്രയെത്ര നീക്കുപോക്കുകൾ. മരണത്തിനുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളതാണ് എന്ന് ബൈബിൾ പറയുമ്പോൾ അതൊരു തെറ്റല്ല.
ഇവിടെ ഇരിക്കുന്ന പലരുടെയും കയ്യിലോട്ട് ഈ മൈക്ക് തന്നാൽ ഒരുപക്ഷെ നിരവധി സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്ത്? ദൈവം തന്ന നീക്കുപോക്കുകളെ കുറിച്ച്. മരണത്തെ മുഖാമുഖം കണ്ട എത്രയെത്ര സന്ദർഭങ്ങൾ, ഇനി ഞാൻ അധികം ഇല്ലെന്ന് നാം വിചാരിച്ച് എത്രയൊക്കെയോ സന്ദർഭങ്ങൾ, വീട്ടുകാരെ ഒക്കെ ഒരുക്കിക്കോളാൻ ഒരുപക്ഷെ വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ള എത്രയെത്ര സന്ദർഭങ്ങൾ, അവിടെയെല്ലാം വിധിയെഴുത്തുകളെ തിരുത്തി ആയുസ് നൽകി, ആരോഗ്യം നൽകി, പ്രായപരിധി നിശ്ചയിച്ചു, ഇതിനപ്പുറം ഒരാഴ്ചക്കപ്പുറം എന്നൊക്കെ പറഞ്ഞ് എത്രയോ പേര് പിന്നീട് വർഷങ്ങൾ ജീവിച്ചു. അതെന്തുകൊണ്ടാ? ആയുസിന്റെ ബലം കൊണ്ടല്ല. പിന്നെയോ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നമ്മുടെ കർത്താവിന്റെ പക്കലായതുകൊണ്ട്, കർത്താവ് തന്ന നീക്കുപോക്കാണെന്ന് തിരിച്ചറിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, എനിക്കും മരണത്തിനും തമ്മിൽ ഒറ്റയടി അകലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ കൂടെ ഈ മരണമുണ്ട്. പക്ഷെ മരണത്തിന്റെ കരങ്ങൾക്ക് നമ്മളെ കയ്യെത്തി പിടിക്കാൻ അധികം പ്രയാസമൊന്നുമില്ല. എന്തുകൊണ്ടാ മരണത്തിന് നമ്മളെ കയ്യെത്തി പിടിക്കാൻ പറ്റാത്തത്? നമ്മെക്കുറിച്ചുള്ള എന്തൊക്കെയോ ദൈവിക പദ്ധതികൾ പിറകിൽ അവശേഷിക്കുന്നത് കൊണ്ട്. ഇന്നും മരണത്തിന് നമ്മളെ വിട്ടുകൊടുക്കാത്ത ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ആയുസ് ദൈർഘ്യമാക്കുമ്പോൾ, ആരോഗ്യം നൽകുമ്പോൾ, ഒത്തിരി പേര് കിടക്കയിലാകുമ്പോൾ ഓടി നടക്കാൻ ദൈവം നമുക്ക് കൃപ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒത്തിരി പേരുടെ ബുദ്ധിക്ക് വൈകല്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഓർമ്മക്കേടുകൾ സംഭവിക്കുമ്പോൾ ദൈവം നമുക്ക് ഓർമ്മ തരുന്നെങ്കിൽ, ആരോഗ്യം തരുന്നെങ്കിൽ അത് ദൈവത്തിന് നമ്മളോടുള്ള കരുണയാണെന്നോർത്ത് നമുക്ക് ലഭ്യമായ നന്മയ്ക്കകത്ത് സന്തോഷിക്കാനും കർത്താവിന് നന്ദി പറയാനും ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ ഒരു വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. മരണത്തെ സംബന്ധിച്ച് 2-ാമത്തെ ഒരു വാക്യശകലം. ഇതെല്ലാം നമുക്ക് പരിചിതമായിട്ടുള്ള വാക്യങ്ങളാണ്, എങ്കിലും ഒന്ന് വായിച്ചു കൊള്ളുക. 2 കൊരിന്ത്യർ 1:10-11 വാക്യങ്ങൾ. 10-ാം വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. പൗലോസ് പറയുന്നു, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അപ്പൊ 2-ാമത്തെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ള വചനഭാഗം മരണത്തിൽ നിന്നുള്ള വിടുതലുകൾ എന്നുള്ളതാണ്. ഒന്ന്, നീക്കുപോക്കുകൾ. നമ്മൾ അറിയാതെ പോലും പല നീക്കുപോക്കുകളും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. സ്തോത്രം. ചിലതൊക്കെ ദൈവദാസന്മാർ ആലോചന പറയുമ്പോഴാണ് അതിന് സമാനമായ സാഹചര്യങ്ങൾ. അന്ന് നീ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്നെ ശത്രു നോട്ടമിട്ടിരുന്നതാണ്. എൻ്റെ കയ്യ നിന്നെ അവിടെ നിന്ന് വിടുവിച്ചതെന്നൊക്കെ പറയുമ്പോഴാ, ശരിയല്ലേ? നമ്മൾ പലപ്പോഴും അറിയുന്നത് അതൊരു മരണവക്രമായിരുന്നു, അവിടെ നിന്ന് നീക്കുപോക്ക് തന്നത് കർത്താവാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. പതിയിരിപ്പുകളെ നമ്മൾ അറിഞ്ഞില്ല, കൂട്ടുകെട്ടുകളെ നമ്മൾ അറിഞ്ഞില്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമുക്ക് നീക്കുപോക്കുകൾ തന്നു. രണ്ടാമത്തത്, മരണത്തിൽ നിന്ന് വിടുതലുകൾ തരുന്നതാണ്. ഇവിടെ ഇവർക്ക് ഈ വിടുതൽ കിട്ടാനായിട്ട് ഒരു കാരണം കൂടിയുണ്ട്. അതാണ് 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവർക്ക് ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാനുള്ള കാരണം, ഒരു പ്രധാന കാരണം എന്താണ്? സഭ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഭയുടെ പ്രാർത്ഥനയൊന്നും നമ്മൾ ചില്ലറയായി കാണല് കേട്ടോ, അതൊക്കെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്, അതൊരു ഭാഗമാണ്. സ്തോത്രം. എന്നാൽ പ്രാർത്ഥനയുടെ പിൻബലം ആവശ്യമാണ്. സഭയുടെ പ്രാർത്ഥനയ്ക്ക് അതിന് പ്രാധാന്യതയുണ്ട്. അതിനെ ആരും കുറച്ച് കാണരുത്. നമ്മുടെ ദൈവം ഒരു കാര്യവും വചനം വിട്ട് ചെയ്യുന്നവനല്ല. അതുകൊണ്ട് തന്നെ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ
മരണകരമായ അവസ്ഥകളിൽ നിന്നും നമുക്ക് എന്തുണ്ടാകും? വിടുതലുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അടുത്ത ദിവസം പത്രോസിനെ കൊല്ലുവാൻ വേണ്ടി നിയമിച്ച ദിവസങ്ങൾ പെസഹയായിരുന്നത് കൊണ്ട് മുൻപോട്ട് തള്ളിയെന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പത്രോസിനെയും കൊന്നുകളയുവാൻ വേണ്ടി ഭരണാധിപന്മാർ കാര്യം ചെയ്തിരിക്കുമ്പം അവിടെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, സഭ അവന് വേണ്ടി എന്ത് ചെയ്തു? ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. വാഗ്ദത്തം പത്രോസിനുണ്ടെന്നുള്ളത് ശരിയാണ്. അതൊക്കെ ഒരു ഭാഗത്ത് കിടക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം പറയുന്നു, സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ സഭയുടെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ ദൈവാത്മാവ് അത് അങ്ങനെ എഴുതി വെക്കത്തില്ല. ഇവിടെ പൗലോസ് അതിന് ബലം നൽകുന്ന ഒരു വചനഭാഗമാണ് പറയുന്നത്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ വിശ്വസിച്ച് ആശ വച്ചിരിക്കുന്നു. അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു തുണയായിട്ട് നിൽക്കും, ഒരു താങ്ങായിട്ട് നിൽക്കും സഭയുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ സഭയുടെ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഗൗരവമുണ്ട്. ഇവിടെ പൗലോസ് പറയുന്നു, മരണത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ കിട്ടിയതിൻ്റെ കാരണം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു പദത്തിലേക്ക് കടന്നു വന്ന് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കാതെ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. മൂന്നാമത്തെ ഇത് സംബന്ധിച്ച അനുഗ്രഹീതമായൊരു പരാമർശം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യമാണ്. എബ്രായർ 11:35. ഇതൊക്കെ ഇതിലും വിശാലമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചേർത്ത് പഠിക്കാൻ പറ്റും. എന്നാൽ ഇന്ന് അതിനുള്ള ഒരു സന്ദർഭമായി കണക്കാക്കാത്തത് കൊണ്ട് ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യം. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്ത് ചെയ്തു? ഭേദ്യമേറ്റു. താഴേക്ക് വായിക്കാം. നിങ്ങൾ ആ 35-ാമത്തെ വാക്യത്തിനകത്ത് ഒരു പദം ശ്രദ്ധിച്ചുവെന്ന് ഞാൻ കരുതുന്നു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി, മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്ത് ചെയ്തു? ഭേദ്യമേറ്റു. എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് മരണത്തിൽ നിന്നുള്ള ഒരു വിടുതൽ വേണ്ട, ഇവിടെ അവർക്ക് മരണത്തിൽ നിന്നുള്ള ഒരു നീക്കുപോക്ക് വേണ്ട. പിന്നെ എന്താണ് അവരുടെ പ്രതീക്ഷ? ഇവിടെ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കും. അതുകൊണ്ട് അവര് ഉദ്ധാരണം കൈക്കൊള്ളാതെ എന്ത് ചെയ്തു? ഭേദ്യമേറ്റു. നമ്മൾ ഈ ബൈബിള് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചേ, യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചവരുണ്ട്, അപ്പോസ്തലന്മാർ ഉയർപ്പിച്ചവരുണ്ട്, പഴയ നിയമത്തിൽ ശക്തന്മാരായ പ്രവാചകന്മാർ, ദൈവദാസന്മാർ ഉയർപ്പിച്ചു കൊണ്ടുവന്നവരുണ്ട്. ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടവരെല്ലാം പിന്നീട് എന്ത് ചെയ്തു? മരിച്ചു. അതാണ് ഇങ്ങനെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടവരാരും പിന്നെ മരണമില്ലാത്തവരായിട്ട് ജീവിച്ചിട്ടില്ല. പിന്നെയും ഒരു യേശു ഉയർപ്പിച്ചതല്ലേ ലാസർ. പക്ഷെ ലാസറും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റതാണ്. സംഭവം ശരിയാ, പക്ഷെ അത് കഴിഞ്ഞും മരണത്തിന് വിധേയപ്പെട്ടു. കാരണം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ നിയമനത്തിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. ഉയർത്തെഴുന്നേൽപ്പ് ചില ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചവരും പിന്നീട് മരണത്തിന് മുൻപിൽ വിധേയപ്പെട്ടിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രതീക്ഷ ഇവിടെ മരിച്ചാലും നമുക്ക് എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇവിടം കൊണ്ട് നമ്മൾ തീരുന്നില്ല. ഈ പൊടിയിലേക്കും മണ്ണിലോട്ടും തിരികെ ചേരട്ടെ എന്ന് പറഞ്ഞ്
ശവസംസ്കാര വേളയിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പൂഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് പൂഴിക്കിതിനെ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു പിടി മണ്ണ് ഭൗതിക ശരീരത്തിന്റെ പുറത്തോട്ട് അല്ലെങ്കിൽ ഈ പേടകത്തിന്റെ പുറത്തോട്ട് ഇട്ട് അതിനെ അവിടെ അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ കുഴിമാടം കൊണ്ട് തീരുന്നതല്ല ക്രിസ്തീയ പ്രത്യാശ. ഇവിടെ ക്രിസ്തുവിൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ഒരു വലിയ ഉറപ്പ് നമ്മുടെ അകത്ത് കർത്താവ് തന്നിട്ടുണ്ട്. മരണത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതിന്റെ ഗൗരവം ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ തന്നെ എന്താണ്? മരിച്ചവരുടെ പുനരുത്ഥാനമാണ്. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം പരിചിതമായിട്ടുള്ള വാക്യമാണ്. 1 കൊരിന്ത്യർ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അടുത്തത് അതെ എത്ര കൃത്യമായിട്ടാണ് പൗലോസ് അവിടെ അടുക്കിനടുക്കിന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാ. കുറെ അധികം കാര്യങ്ങൾ. മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യർത്ഥമാണ്. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ ഇരിക്കുന്നു. അടുത്ത ഭാഗത്ത് പൗലോസ് പറയുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ മരിച്ചവർ എന്ത് ചെയ്തു? നശിച്ചുപോയി. നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ. അപ്പൊ ഇതൊന്നും വ്യർത്ഥമല്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനം എന്താണ്? ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു അടിസ്ഥാനമാണ് മരിച്ചവരുടെ പുനരുത്ഥാനം എന്നുള്ളത്. അതാണ് ഇവിടെ കൃത്യമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അപ്പം മരണാനന്തര ജീവിതമുണ്ട്. മരിച്ചവർക്കെല്ലാം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നീതിമാന്മാരുടെ പുനരുത്ഥാനവുമുണ്ട്, ദുഷ്ടന്മാരുടെ പുനരുത്ഥാനവുമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2ാം പുനരുത്ഥാനമല്ല. നമ്മുടെ പ്രതീക്ഷ 1ാമത്തെ പുനരുത്ഥാനമാണ്. ദുഷ്ടന്മാരെല്ലാം ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. ഇവിടെ മരിച്ച എല്ലാ മനുഷ്യരും, ക്രിസ്തുവിനെ കൂടാതെ മരിച്ചവരും ഉയർത്തെഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ മരിച്ചവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നമ്മുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധിക്കായി നമ്മളെല്ലാം ഒരു ദിവസം ക്യൂവായി നിരനിരയായി യേശു കർത്താവിന്റെ സിംഹാസനത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കും. ശ്രദ്ധിച്ചോ, അതിന് ബൈബിൾ പറയുന്നത് പ്രതിഫല വിഭജനം എന്നാണ്. നമുക്കറിയാം, അവിടെയാണ് നമ്മൾ ചെയ്ത പ്രവർത്തികൾ പരിശോധിക്കപ്പെട്ടിട്ട് നമുക്കവിടെ ശിക്ഷാവിധിയല്ല, ന്യായം വിധിക്കുകയാ. ഒരുവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഇതിന്റെ കൂടെ 1 കൊരിന്ത്യർ ലേഖനം 3-ാമത്തെ അധ്യായം ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രവർത്തികളെ ചില വസ്തുക്കളുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് പൗലോസ് അത് വ്യക്തമാക്കുന്നുണ്ട്. പുല്ലിനോട്, അപ്പൊ തന്നെ തടിയോട്, വീണ്ടും അടുത്ത ഭാഗത്ത് പറയുന്നു പൊന്നിനോട്. ഇങ്ങനെ വസ്തുക്കളോട് ബന്ധപ്പെടുത്തി പറയുന്നു. ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ തീയിൽ കൂടി കടത്തിവിടും. അത് നമ്മുടെ കാര്യമാണ്. നമ്മളെല്ലാം ഒരു ദിവസം എവിടെ നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ. അപ്പം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുന്നവരെല്ലാം 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാണ്. എവിടെ നിൽക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു 2ാം പുനരുത്ഥാനമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ദുഷ്ടന്മാരുടെ ഉയർപ്പുണ്ട്. ദുഷ്ടന്മാരുടെ ഉയർപ്പാണ് 2ാമത്തെ പുനരുത്ഥാനം. അങ്ങനെ ദുഷ്ടന്മാരെ ഉയർപ്പിച്ചു കൊണ്ടുവന്നിട്ട് വെള്ളസിംഹാസനത്തിന്റെ മുൻപിൽ, അവിടെ ന്യായവിധിയല്ല, അവരെ ശിക്ഷ വിധിച്ച് നരകത്തിലോട്ട് തള്ളുകയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുന്നത് 1ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരാരാണ്?
ഭാഗ്യവാന്മാർ. അപ്പൊ നമ്മുടെ പ്രതീക്ഷ എന്താണ്? ഒന്നാമത്തെ പുനരുത്ഥാനത്തിലാണ് നമ്മുടെ പ്രതീക്ഷ. പ്രൈസ് ദി ലോർഡ്. മരണത്തിനപ്പുറം നമുക്ക് ജീവിതമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. തൃപ്തികരമായിട്ട് നമുക്കതിനെക്കുറിച്ചൊരു ബോധ്യം തരുന്ന ഒരു ഗ്രന്ഥങ്ങളും ഉലകത്തിലില്ല. നമ്മുടെ കരത്തിലിരിക്കുന്ന സത്യവേദ പുസ്തകം മാത്രമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കത് കാണാം. വെളിപ്പാട് 4 നമുക്കത് കാണാം. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 25 മുതൽ വായിച്ചു വരുമ്പോൾ നമുക്കത് കാണാം. ഇങ്ങനെ നിരവധി വാക്യങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നതായിട്ട് ഉണ്ട്. ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മനുഷ്യന്റെ ഇടയിൽ ചില പഠിപ്പിക്കലുകളുണ്ട്. ഒരു 3-4 സിദ്ധാന്തങ്ങളുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മരിച്ചവരെ കുറിച്ച് ചില സിദ്ധാന്തങ്ങളുണ്ട്. അതിലെ 3-4 സിദ്ധാന്തങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതിലെ ഒന്നാമത്തെ സിദ്ധാന്തമാണ് ജന്മാന്തര സിദ്ധാന്തം എന്ന് പറയും. എന്താണ് ജന്മാന്തര സിദ്ധാന്തം? എന്താണ് ഈ സിദ്ധാന്തം പഠിപ്പിക്കുന്നത്? അതിൻ്റെ പഠിപ്പിക്കലനുസരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ ഒരുവൻ ചെയ്യുന്നത് നന്മപ്രവർത്തികളാണെങ്കിൽ ആ നന്മപ്രവർത്തികൾക്ക് ആനുപാതികമായി ഇതേ ഭൂമിയിൽ അവൻ ഒരു പുനർജനനമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ബൈബിൾ പഠിപ്പിക്കുന്നതല്ല, അങ്ങനെ ആരും കുറിച്ച് വെക്കരുത്. ബൈബിളിലുള്ള ചിന്തയല്ല ഞാൻ പറഞ്ഞത്, പുറത്താണ്, നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ് ഈ പറയുന്നത്. ബൈബിളിന് പുറത്തുള്ള ഇതര മതങ്ങൾ പഠിപ്പിക്കുന്ന ചില ചിന്താഗതികളെ കുറിച്ചാണ്, സിദ്ധാന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒടുവിൽ നമുക്ക് ബൈബിളിലോട്ട് കടന്നു വരാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ്? ജന്മാന്തര സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നന്മ ചെയ്ത്, നല്ലത് ചെയ്ത്, പുണ്യപ്രവൃത്തി ചെയ്ത്, സൽപ്രവൃത്തി ചെയ്ത്, നേരെ ചൊവ്വേ നാടൻ ഭാഷയെ പറഞ്ഞ മെനക്ക് ജീവിച്ചാൽ മരിച്ചതിന് ശേഷം കുറെ കാലം കഴിയുമ്പം ചെയ്ത നന്മപ്രവർത്തികൾക്ക് ആനുപാതികമായി നമുക്ക് ഒരു പുനർജന്മമുണ്ട്. അത് ഈ ഭൂമിയിൽ തന്നെ ഇന്നത്തേതിനേക്കാൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡായിട്ട് മെച്ചമായ ഒരു നിലയിൽ നമുക്കൊരു ജീവിതം ഉണ്ട്. ഇനി ജീവിച്ചിരിക്കുമ്പോൾ തിന്മപ്രവർത്തികളാണ് ചെയ്തതെങ്കിൽ പട്ടിയോ പൂച്ചയോ പിന്നെ ഇഴജന്തുവായിട്ടോ നാൽക്കാലിയായിട്ടോ ഒക്കെ ആ കർമ്മദോഷം അനുഭവിക്കാൻ ഇവിടെ വീണ്ടും അങ്ങനെയുള്ളവർക്ക് എന്തുണ്ട്? ഒരു പുനർജന്മമുണ്ട്. അതാണ് ഈ ജന്മാന്തര സിദ്ധാന്തം പഠിപ്പിക്കുന്നത്. ബൈബിള് പറയുന്നതല്ല കേട്ടോ, ഇതര മതങ്ങൾ പഠിപ്പിക്കുന്ന സിദ്ധാന്തമാണ്. അപ്പൊ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആനുപാതികമായി നന്മ ചെയ്താൽ നല്ല നിലയിൽ ഈ ഭൂമിയിൽ തന്നെ കുറെ കാലം കഴിയുമ്പോൾ ഒരു പുനർജീവിതം അല്ലെങ്കിൽ ഒരു പുനർജന്മം. തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയപ്പെട്ട ഇഴജന്തുക്കളായോ നാൽക്കാലികളായിട്ടൊക്കെ അവർ ചെയ്ത തിന്മപ്രവൃത്തിയുടെ ശിക്ഷ അനുഭവിക്കാൻ അങ്ങനെ ഒരു ജന്മമുണ്ട് എന്ന് ഒരു കൂട്ടം ആളുകൾ പഠിപ്പിക്കുന്നു. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഇത് സംബന്ധിച്ച് മറ്റൊരു സിദ്ധാന്തമാണ് സമ്പൂർണ്ണ നിഗ്രഹ സിദ്ധാന്തം എന്നാണ് അതിന് പറയുന്നത്. എന്താണ് സമ്പൂർണ്ണ നിഗ്രഹ സിദ്ധാന്തം എന്ന് വെച്ചാൽ അതിനകത്തെ അർത്ഥം എന്താ? ഒരുത്തൻ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ മരണം കൊണ്ടെല്ലാം എന്ത് ചെയ്തു? എല്ലാം തീർന്നു. സ്തോത്രം. അടക്കം കഴിഞ്ഞ് പപ്സും പണ്ണും ജീവിച്ചിരിക്കുന്നവർക്ക് തിന്നേച്ച് വീട്ടിൽ പോകാം. അവനെ പിന്നെ ഇനി ഒന്നിനും എന്ത് ചെയ്യത്തില്ല. പുള്ളിക്ക് പിന്നെ ഒരു സ്വർഗവും ഇല്ല നരകവും ഇല്ല. മരണം കൊണ്ടെല്ലാം എന്ത് ചെയ്തു? തീർന്നു, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് ആ സിദ്ധാന്തക്കാർ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? മരണാനന്തരം ഒരു ജീവിതമില്ല. മരണം കൊണ്ടെല്ലാം ഇവിടെ തീരുന്നത് കൊണ്ട് ജീവിക്കുന്ന കാലം, പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ചെന്ത് ചെയ്യുക? ജീവിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് വെച്ചാൽ ഇവിടെ ലൈഫ് കളർഫുൾ ആക്കിക്കോണം. കാര്യം ഇവിടം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ല. അതുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട, അമ്പലം വേണ്ട, എല്ലാ വിഭാഗത്തിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ ജീവിക്കുന്നിടത്തോളം അവരുടെ ലൈഫ് കളർഫുള്ളാക്കി അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. അവരുടെ പ്രതീക്ഷ എന്താ? മരണത്തിനപ്പുറം ഒരു ജീവിതമൊന്നും ഇല്ല. അതൊക്കെ ഒരു സങ്കല്പമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം സുന്ദരമാക്കുക, അതിനുവേണ്ടി ഏത് നിലയിലും ജീവിക്കാൻ അവരവരെ തന്നെ സ്വയം വിറ്റ് ജീവിക്കുന്നവരുണ്ട്. അതൊരു പഠിപ്പിക്കലാണ് സമ്പൂർണ്ണ നിഗ്രഹ സിദ്ധാന്തം. ഇനി മൂന്നാമത്തെ മറ്റൊരു സിദ്ധാന്തമുണ്ട്, കല്ലറയിലെ ഉറക്ക സിദ്ധാന്തം എന്ന് പറയും.
ഉറക്ക സിദ്ധാന്തം. എന്താണ് ഈ സിദ്ധാന്തത്തിന്റെ അർത്ഥം? മരിച്ചവരെല്ലാം കല്ലറയിലോ കുഴിമാടത്തിലോ ഒക്കെ എന്ത് ചെയ്യുന്നു? അന്ത്യവിശ്രമം കൊള്ളുന്നു. കർത്തവാവിൻ്റെ ഒക്കെ ദിവസം അവരുടെ പ്രിയപ്പെട്ടവരെ സന്ദർശിക്കാൻ എന്ത് ചെയ്യും? വരും, അല്ലേ? അതാണ് ഉറക്ക സിദ്ധാന്തം. എന്ന് വെച്ചാൽ അവർ കല്ലറയിൽ അങ്ങനെ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് അരിയിട്ട് കൊടുക്കുന്നവരുണ്ട്, ഇലയിൽ ചോറ് വിളമ്പി കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. അത് കല്ലറയിലെ ഉറക്ക സിദ്ധാന്തം എന്ന് പറയും. ഇതാണ് മരിച്ചവരെ കുറിച്ചുള്ള മനുഷ്യരുടെ ഇടയിൽ ഓരോ മതങ്ങൾ പഠിപ്പിക്കുന്ന സിദ്ധാന്തം. ഇനി നാലാമതൊരു സിദ്ധാന്തമുണ്ട്. അതാണ് ശുദ്ധീകരണ സിദ്ധാന്തം. ശുദ്ധീകരണ സിദ്ധാന്തം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബോധ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ബസ്പുർഖാന കേട്ടിട്ടുണ്ടല്ലോ, ശുദ്ധീകരണ സ്ഥലം എന്ന് വെച്ചാൽ മരിച്ചയാള് ഇവിടെ നിന്ന് പാതാളത്തിലോട്ടോ പർദീസയിലോട്ടോ അല്ല പോകുന്നത്, ശുദ്ധീകരണ സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ അവർ കിടക്കും. അവരവിടെ കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ഇവിടെ ഇരുന്ന് നേർച്ച കാഴ്ചകളൊക്കെ അവർക്ക് വേണ്ടി ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്യുമ്പോൾ അവരവിടെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. തെളിവുകളൊക്കെ കാണാനായിട്ട് പറ്റും. 2007 ബെനഡിക്ട് മാർപ്പാപ്പ ഇറക്കിയ ഒരു വിജ്ഞാപനത്തിനകത്ത് ഈ പറയപ്പെട്ട കാര്യമുണ്ട്. ഡയറക്റ്റ് സ്വർഗത്തിലോട്ട് അങ്ങനെ അധികം പേർക്ക് പ്രവേശനമില്ല. അദ്ദേഹത്തിൻ്റെ ആ എഴുത്തിനകത്ത് 2-3 കൂട്ടം ആളുകളെയാണ് പറയുന്നത്. അങ്ങനെ ഡയറക്റ്റ് സ്വർഗത്തിലോട്ട് പോകുന്നവർ, ദൈവത്തിൻ്റെ പ്രത്യേക വരപ്രസാദമുള്ള ചിലർ മാത്രമേ മരിച്ചിട്ട് എങ്ങോട്ട് പോകുന്നുള്ളൂ? സ്വർഗത്തിലോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം, നിരന്തരം ദൈവിക സമ്പർക്കത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നിരന്തരം ദൈവിക സമ്പർക്കത്തിൽ ജീവിക്കുന്ന ചിലർക്ക് അങ്ങോട്ട് പോകാം. മൂന്നാമത് താൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവർ. അപ്പൊ ഈ പറയപ്പെട്ട ആളുകൾക്ക് എങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ? അപ്പം ദൈവത്തിൻ്റെ പ്രത്യേക വരപ്രസാദമുള്ളവരും അപ്പൊ തന്നെ നിരന്തരം ദൈവിക ബന്ധത്തിൽ ഇരിക്കുന്ന ചിലർക്കും മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. ബാക്കിയുള്ളവരൊക്കെ എങ്ങോട്ടാ പോകുന്നത്? ശുദ്ധീകരണ സ്ഥലത്തോട്ടാ പോകുന്നത്. ഇവിടുന്ന് നമ്മുടെ നേർച്ച നല്ല സ്ട്രോങ് ആണെങ്കിൽ, ഇവിടുത്തെ പ്രാർത്ഥന നല്ല സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് ആൾ എന്ത് ചെയ്യും? ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് ശുദ്ധി പ്രാപിച്ച് മേളിലോട്ട് കയറിപ്പോവും. ഈ പറയപ്പെട്ട 4 സിദ്ധാന്തങ്ങൾക്കും യാതൊരു തെളിവുമില്ല, അല്ലെങ്കിൽ അത് നടക്കുമെന്നോ അതിനെക്കുറിച്ച് ആ പഠിപ്പിക്കുന്നവർക്കോ യാതൊരുവിധ ഉറപ്പുമില്ല. എന്നാൽ ബൈബിൾ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നതാണ് എനിക്ക് ഏറെ ഇഷ്ടം. അപ്പോ ഇവിടെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച ഒരാളാണെങ്കിൽ ക്രിസ്തുവിൽ മറയപ്പെടുന്നു. അതല്ലാതെ ഒരാളാണെങ്കിൽ ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാതാള പറുദീസയിലോട്ട് മാറ്റപ്പെടുകയാണ്. ശ്രദ്ധിച്ചേ, പുതിയ നിയമത്തിൽ ഒരു ഭക്തൻ ക്രിസ്തുവിൻ മറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉറപ്പ് തരുന്നതും അതാണ്. മരണത്തിനപ്പുറം പോയിട്ട് തിരികെ ഇപ്പുറം വന്നിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറഞ്ഞ ഉലകത്തിൽ ഒരു മതത്തിൻ്റെ മേലധ്യക്ഷന്മാരും അങ്ങനെ നമുക്കൊരു ഉറപ്പ് തന്നിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനും ഉറപ്പ് തരാനും പറ്റത്തില്ല. എന്നാൽ മരണത്തെ ജയിച്ച, മരണത്തിനപ്പുറം കടന്ന് ഇപ്പുറം വന്ന കർത്താവ് നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, ഒരു നിത്യതയുണ്ട്, പുനരുത്ഥാനമുണ്ട്. നമ്മെ വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കുന്ന ഒരു ദിവസം നമ്മുടെ മുൻപിൽ സമാഗതമാകുന്നുണ്ട്.
മരിച്ചവരെയൊക്കെ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി അവിടെ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഒത്തിരി സങ്കടം കൂടാതെ ഉള്ളിൽ സങ്കടങ്ങളൊക്കെ ഒതുക്കി മടങ്ങി വരാൻ പലരെയും പ്രാപ്തിപ്പെടുത്തുന്നത് എന്തുകൊണ്ടാ? നെഞ്ചുപൊട്ടുന്ന വേദനകൾ പലർക്കും അവിടെ വെച്ചുണ്ടാകാറുണ്ട്. പക്ഷേ വചനം തരുന്ന ഒരു ഉറപ്പ് അവരുടെ അകത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു വിടവാങ്ങലാണെന്ന്, നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന്, മടങ്ങി വരുമ്പോൾ മരിച്ചവർ ഉയർക്കുമെന്ന്, ഉയർക്കുന്നവരെ നമുക്ക് വീണ്ടും കാണാൻ പറ്റുമെന്ന്, ബലഹീനമല്ലാത്ത ബലമുള്ള ഒരു ശരീരത്തിൽ, ദ്രവത്വമില്ലാത്ത അദ്രവത്വത്തിൽ നമ്മളെ വിട്ടു വാങ്ങിപ്പോയവരെ കാണാൻ പറ്റുമെന്ന് ഒരു ഊഹമല്ല ബൈബിൾ തരുന്നത്. ബൈബിൾ ഒരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. അതാണ് നമ്മുടെ ദുഃഖ സാഹചര്യങ്ങളെ ജയിക്കുവാൻ നമ്മളെ പ്രാപ്തിപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ അകത്ത് കയറി കിടക്കുന്നിടത്തോളം ഈ ദുഃഖത്തിന് നമ്മെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ക്രിസ്തീയ പ്രത്യാശ അതാണ്. മരണത്തിന് അനന്തരം ഒരു ജീവിതമുണ്ട്, മരിച്ചവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട്. ഇനിയുള്ള പാഠം ഏറ്റവും ഗൗരവമായിട്ടുള്ള പാഠമാണ്. സ്തോത്രം. ഈ ഉയർപ്പ് നടക്കണമെങ്കിൽ നല്ല ഒരു അടക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, നല്ല ഒരു ഒടുക്കം നമുക്ക് കിട്ടണം. സ്തോത്രം. പണമുണ്ടെങ്കിൽ നമുക്ക് അടക്ക ശുശ്രൂഷ ഗംഭീരമാക്കാം. ആരടക്കിയാലും അടക്കുന്നവർക്ക് അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ദാനിയേൽ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിക്കാൻ എഴുന്നേറ്റ് വരുമെന്ന് ദാനിയേലിനോട് പറഞ്ഞതുപോലെ, ഇപ്പോൾ പ്രിയ പിതാവേ, ഇപ്പോൾ പ്രിയ മാതാവേ, ഇപ്പോൾ പ്രിയ സഹോദര, നീ പോയി വിശ്രമിച്ചു കൊള്ളുക എന്നൊക്കെ പറഞ്ഞ് ഭംഗിയുള്ള വാചകം പറഞ്ഞ് പ്രാർത്ഥിച്ച് മണ്ണിട്ട് ആശീർവാദം പറയുമ്പോൾ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ മടങ്ങാമെന്നൊക്കെ അടക്ക ശുശ്രൂഷ ചെയ്യുന്നയാൾ പറഞ്ഞാലും, അടക്ക കഴിഞ്ഞ് ഒരു ഉയർപ്പ് നടക്കണമെങ്കിൽ അത് അടക്കിയ ആളെ ബേസ് ചെയ്ത് അല്ല ഇരിക്കുന്നത്, മരിച്ചയാളെ ബേസ് ചെയ്ത. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതേ സംബന്ധിച്ച് നമുക്ക് തിരുവഴുത്തിൽ ബോധ്യം തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പുനരുത്ഥാനത്തിനുള്ള യോഗ്യത എന്താണ്? ഒത്തിരി യോഗ്യതകളുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം, 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 16-ാം വാക്യം പരിചിതമായിട്ടുള്ള വാക്യമാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 1 തെസ്സലോനിക്കർ 4-ന്റെ 16-ാമത്തെ വാക്യം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ, അവിടെ ഒരു അടിവരയിട്ടോണം, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും. അപ്പോ ഉയർപ്പ് നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ മരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ 8-ാമത്തെ അധ്യായം റോമർ 8-ന്റെ 1 കൂടി അതിനോട് ചേർത്ത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. റോമാലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ലേഖനത്തിൽ എന്താണ് പൗലോസ് അവിടെ പറയുന്നത്? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവിടെ മലയാളം ബൈബിളിൽ കുറെ കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിലാണ് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ളത്. ഇപ്പോൾ ജഡത്തെ അനുസരിച്ച് നടക്കാതെ ആത്മാവിനെ അനുസരിച്ച് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജഡത്തെ അനുസരിക്കാതെ ആത്മാവിനെ അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്നാണ്. മലയാളം ബൈബിൾ അത് 2 പദങ്ങൾ എന്ത് ചെയ്തൊക്കെയാണ്? വിട്ടുപോയിരിക്കുകയാണ്. അപ്പം മരിക്കുന്ന സമയത്ത് 50 കൊല്ലം മുമ്പ്, 30 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പ്, 2 കൊല്ലം മുമ്പ് പുള്ളി ക്രിസ്തുവിലായിരുന്നു എന്നുള്ളതല്ല ഉയർത്തെഴുന്നേൽപ്പിന് നിദാനം. മരിച്ച സമയത്തെ കണ്ടീഷൻ എന്താണ്? 1986 ഞാൻ ക്രിസ്തുവിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുത്തു, 87 അഭിഷേകം പ്രാപിച്ചു, 89 കൃപാവരങ്ങളാൽ ജ്വലിച്ചു. നല്ല കാര്യം. പക്ഷെ മരിക്കുന്ന 2025 ക്രിസ്തുവിൽ അല്ലെങ്കിൽ 86 രക്ഷിക്കപ്പെടലും, 87 ആത്മസ്നാനവും, 89 കൃപാവരങ്ങളുടെ പ്രാപണവും ഒന്നും നമ്മളെ സഹായിക്കത്തില്ല. മരിക്കുന്ന സമയത്ത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണോ അതാ ഉയർപ്പിന് നിദാനം.
ചിലപ്പോൾ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിച്ച ശുശ്രൂഷയുള്ളവരായിരിക്കാം. ചിലപ്പം നിങ്ങൾ കാണുമ്പം തന്നെ ഭൂതങ്ങൾ ഇളകിപ്പോകുന്ന ശുശ്രൂഷയുള്ളവരായിരിക്കാം. എല്ലാം നല്ല കാര്യമാണ്. പക്ഷേ നമ്മുടെ മരണസമയത്ത് നമ്മൾ നിലവിൽ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ ചെയ്ത ഒരു പ്രവൃത്തിയും അതോട് ചേർത്ത് വെച്ച് നമ്മൾ പൊങ്ങി വരത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി എന്താണ്? 25 കൊല്ലം മുമ്പ് ഒത്തിരി പേരെ കൃപയിൽ കൊണ്ടുവന്നതാകാം, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ കർത്താവ് നമ്മെ ഉയർപ്പിക്കുന്നത് 50 കൊല്ലം മുമ്പിലത്തെ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയല്ല, ഈവൻ മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് നമ്മുടെ സ്റ്റാറ്റസ് എന്താണോ അത് നോക്കിയുമല്ല. മരണസമയത്ത് നമ്മൾ ക്രിസ്തുവിലായിരുന്നോ അതനുസരിച്ച് ഉയർപ്പ് നടക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. 2 ക്രിസ്തുവിൽ ജീവിക്കണം. 3 ക്രിസ്തുവിൽ മരിക്കണം. അപ്പം മരിക്കുന്ന സമയത്ത് ക്രിസ്തുവിനോടുള്ള അഭേദ്യ ബന്ധത്തിലാണ് നാം ആയിരുന്നതെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഉയർത്തെഴുന്നേൽപ്പ് നടക്കത്തുള്ളൂ. ഇതാര് പറഞ്ഞതാണ്? പാസ് പറഞ്ഞതല്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാ. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, പുനരുത്ഥാനം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? മരിക്കണം. ക്രിസ്തുവിൽ മരിക്കണം. റോമാലേഖനം 8:11 വായിച്ച രണ്ടാമത്തെ കാര്യം അവിടെ കിടപ്പുണ്ട്. റോമർ 8:11. പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്ത് ചെയ്യണം? വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കണം. അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ദൈവാത്മാവ് നമ്മളിൽ എന്ത് ചെയ്യണം? വസിക്കണം. എത്ര പേരതൊക്കെ ഗൗരവമായിട്ട് കാണുന്നുണ്ട്? നമ്മുടെ അകത്തെ നമ്മെ കർത്താവ് പാർപ്പിടമാക്കണം. ആത്മാവ് നമ്മെ വസിക്കുന്ന ഇടമാക്കി തീർക്കണം. നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും ആത്മാവ് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കരുത്. അങ്ങനൊന്നും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. പരിശുദ്ധാത്മാവിന് നിരക്കാത്തതാണ് നമ്മുടെ ജീവിതശൈലി എങ്കിൽ നമ്മളോട് പോലും പറയാതെ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പോകും. ഒരു ഡൗട്ടും വേണ്ട. ശിംശോന് ആത്മാവ് തൻ്റെ കൂടെ ഉണ്ടെന്നോർത്താണ് കുടഞ്ഞത്, പക്ഷെ ബന്ധിക്കപ്പെട്ടു പോയി. അവിടെ അടുത്ത പദത്തിൽ പറയുന്നു, ദൈവാത്മാവ് അവനെ വിട്ടുപോയത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെയാണ് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. ആത്മാവിന് നമ്മുടെ അകത്ത് വസിക്കാൻ പാകത്തിൽ നമ്മുടെ ശരീരം ഒരുക്കി കൊടുക്കണം, നമ്മുടെ സ്വഭാവം ഒരുക്കി കൊടുക്കണം, നമ്മുടെ ഇടപാടുകൾ ഒരുക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതല്ല എങ്കിൽ ആത്മാവ് നമ്മളോട് പോലും പറയാതെ എന്ത് ചെയ്യും? നമ്മളെ വിട്ടു പോകും. അപ്പോൾ ആത്മാവ് നമ്മളിൽ അധിവസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിൽ എന്ത് നടക്കൂ? ഉയർപ്പ് നടക്കൂ. ഇനി അടുത്ത പദത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠകരമായ മറ്റൊരു കാര്യം, 1 കൊരിന്ത്യർ 6:13-14 വാക്യം. 1 കൊരിന്ത്യർ 6:13-14. ശരീരം ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും. അപ്പൊ മൂന്നാമത്തെ കാര്യം, ശരീരത്തെ എന്ത് ചെയ്യണം? വിശുദ്ധമായി സൂക്ഷിക്കണം. താഴോട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം എന്ത് ചെയ്യൂ? ഉയർത്തെഴുന്നേറ്റ് വരൂ. എത്ര ക്ലിയർ ആയിട്ടാണ്! ആരും വ്യാഖ്യാനിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ഗതികേടില്ലാത്ത ക്രമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. 1, ക്രിസ്തുവിൽ മരിക്കണം. 2, ആത്മാവ് നമ്മളിൽ എന്ത് ചെയ്യണം? വസിക്കണം. 3, ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കണം. 4-മത്തെ പ്രധാനപ്പെട്ട കാര്യം, അപ്പോസ്തല പ്രവൃത്തി 24:15-16. അപ്പോസ്തല പ്രവൃത്തി 24:15-16. നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ടാകുമെന്ന്
ഇവർ കാത്തിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തിങ്കൽ ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ടോ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പൊ ദൈവത്തോട് മാത്രം പോരാ നമുക്ക് കുറ്റമറ്റ മനസാക്ഷി, ആരോടും വേണം, മനുഷ്യരോടും വേണം. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു ഭാഗമാണ്, എന്താ പറയുന്നത്, എനിക്കിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും ഇല്ല, അല്ലേ? നമ്മൾ ചിലപ്പോൾ പറയുന്ന കാര്യമാണ്, എനിക്കിപ്പോൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും. പക്ഷെ അതിനകത്ത് കാര്യമുണ്ട്. ബോധ്യപ്പെടേണ്ടത് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം? ബോധ്യപ്പെടണം. 116-ാമത്തെ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, നടപ്പിനോട് ബന്ധപ്പെട്ടാണ്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുമ്പാകെ, നിങ്ങൾ ആ വാക്യം വായിച്ചിട്ടില്ല? ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുമ്പാകെ നടക്കും. അപ്പൊ അതിനകത്തെ അർത്ഥം എന്നാ? ആ വാക്യത്തിന്റെ അർത്ഥം എന്നാ? ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുമ്പാകെ നടക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ നടപ്പ് ജീവനുള്ളവർക്കെല്ലാം ബോധ്യപ്പെടണമെന്നല്ലേ? ആണോ അല്ലയോ? അതോ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ദാവീദ് പറയുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ മുമ്പാകെ എന്ത് ചെയ്യും? നടക്കും. എന്ന് വെച്ചാൽ എൻ്റെ നടപ്പ് ജീവനുള്ളവർക്ക് ബോധ്യപ്പെടണമെന്ന് തന്നെയാണ് അതിനകത്തെ അർത്ഥം. അപ്പോ ഇവിടെ നമ്മുടെ ലൈഫ് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം, അതൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കുറ്റമറ്റ മനസാക്ഷി ദൈവത്തോട് പോരാ. പൗലോസ് അവിടെ പറയുന്നു, എനിക്ക് വിശ്വാസമുണ്ട് നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും പുനരുത്ഥാനമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ ഞാനും ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? ആശ വച്ചിരിക്കുന്നു. അതുകൊണ്ട് പുള്ളി അതിനൊരു തയ്യാറെടുപ്പ് നടത്തുക. എന്താ തയ്യാറെടുപ്പ്? ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ. ഉപവാസ പ്രാർത്ഥന വെക്കുമ്പോഴോ കർത്തൃമേശ വെക്കുമ്പോഴോ മാത്രമല്ല, ഏതു സമയത്തും ഞാൻ ആ മനസാക്ഷി ഉണ്ടായിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഏതു സമയത്തും എന്ത് സംഭവിക്കാം? മരണം സംഭവിക്കാം. മരണം നമ്മുടെ അനുമതി ചോദിച്ചിട്ടൊന്നുമല്ല വീട്ടിലോട്ട് കയറി വരുന്നത്. ഈ ആഴ്ച നിന്നെയും കൊണ്ട് പോകാൻ ഞാൻ വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്, ഒരുങ്ങിയിരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമല്ല. പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ ചിലപ്പോൾ വണ്ടിക്കാർ വരും, പറയും ഞങ്ങൾ 6:30 ആകുമ്പം വീട്ടിൻ്റെ പടിക്ക് വരും, അമ്മാമ്മ ഒരുങ്ങി നിന്നോണം. അന്നേരം അവിടെ ഒരുങ്ങി നിന്നാൽ അല്ലെ 5 മിനിറ്റ് അവർ വെയിറ്റ് ചെയ്യും. പക്ഷെ മരണം നമ്മളോട് പറഞ്ഞിട്ടാണോ വരുന്നത്? അച്ഛാ ബുധനാഴ്ച രാത്രി 10:30 ആകുമ്പോൾ ഞാൻ വരും കേട്ടോ, റെഡിയായിട്ട് നിന്നോണം എന്നൊന്നും പറഞ്ഞിട്ടല്ല വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഏതു സമയത്തും മരണം നമ്മളെ വിളിക്കുമ്പോൾ അയ്യോ ഇന്നിന്ന കാര്യം കൊണ്ട് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് പുനരുത്ഥാനത്തിൽ, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുകാരനാകാൻ പൗലോസ് പറയുന്നു, ഞാൻ ഒരു കുറ്റമറ്റ മനസാക്ഷി സൂക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. 4-ാമത്തെ കാര്യം ഫിലിപ്പ് ലേഖനം, 5-ാമത്തെ കാര്യം ഫിലിപ്പ് ലേഖനം 3:11 വാക്യം. ഫിലിപ്പർ 3:11. ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ അവന്റെ നിമിത്തം, എനിക്ക് പ്രശംസയ്ക്കായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ അതിലൊന്നും പ്രശംസിക്കുന്നില്ല. അതിനെയെല്ലാം ഞാൻ എങ്ങനെ എണ്ണുന്നു? ചവറെന്ന് എണ്ണുന്നു. എന്തിനു വേണ്ടി? സ്തോത്രം. മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ട്, അതിനു വേണ്ടി. ഗൗരവം കുറച്ച് കാണേണ്ടതിനെ ഗൗരവം കുറച്ച് കണ്ട് ഗൗരവമായി കാണേണ്ടതിനെ കാണാൻ ഞാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് എനിക്ക് പുനരുത്ഥാനത്തിനുള്ള യോഗ്യത കിട്ടുന്നത്. ഇന്ന് പകലിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ ചിന്തിച്ചത് ലളിതമായിട്ട്. ഒന്ന്, മരണത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് നീക്കുപോക്കുകൾ കിട്ടിയേക്കാം, മരണത്തിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് വിടുതൽ കിട്ടിയേക്കാം. അതൊക്കെ നല്ല കാര്യമാണ്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മരണത്തിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മളെല്ലാം കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ഇന്നിവിടെ കാണുന്ന നമ്മളിൽ പലരും കർത്താവിൻ്റെ സന്നിധിയിലോട്ട് ചേർക്കപ്പെടും. നമ്മുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ പ്രത്യാശയോടുകൂടി നമ്മൾ ഇവിടം വിടും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടെ
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആ പ്രധാനപ്പെട്ട ആ ദിവസം മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നതിൻ്റെ കൂടെ ഞാനും കാണണമെന്ന് സഭക്കാർ തീരുമാനിച്ചാൽ നടക്കത്തില്ല. നമ്മൾ തന്നെ തീരുമാനിക്കണം. ആ വരവിങ്കിൽ ഞാനും കാണപ്പെടണം എന്ന് എനിക്ക് തീരുമാനമുണ്ടെങ്കിലേ എനിക്ക് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവകരത്തിലേക്ക് നമ്മെ ഒന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എല്ലാ ഹൃദയങ്ങളും ഒന്ന് ഏകാഗ്രമാക്കി ശാന്തമായിട്ട് നമ്മുടെ വ്യക്തിപര ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്യാൻ കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. തിരുത്താൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, മടങ്ങി വരാൻ ദൈവം നമുക്ക് അവസരം തരുമ്പോൾ, ഓരോ ചാൻസുകളും കർത്താവ് നമുക്ക് ദൈർഘ്യമാക്കി തരുമ്പോൾ, മരിച്ചവർക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന തിരുവചനം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രസംഗിച്ചതുകൊണ്ടോ, ഞാൻ പ്രവചിച്ചതുകൊണ്ടോ, പാസ്റ്ററായിരുന്നതുകൊണ്ടോ, വിശ്വാസികളായിരുന്നതുകൊണ്ടോ ഒന്നും ഉയർത്തെഴുന്നേൽപ്പ് നടക്കണമെന്നില്ല. ഉയർത്തെഴുന്നേൽപ്പ് നടക്കണമെങ്കിൽ ഈ പറയപ്പെട്ട കണ്ടീഷൻ ആരാണെങ്കിലും അവരുടെ ജീവിതത്തിൽ പാലിക്കപ്പെട്ടേ പറ്റുകയുള്ളൂ. നല്ല ഒരടക്കത്തേക്കാൾ നല്ല ഒരു ഒടുക്കത്തിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവരുലകിലാരും ഇല്ല, നീ ഒഴിഞ്ഞു സർവ്വവല്ലഭത്വമുള്ളവൻ നീ അല്ലയോ ദേവാ. ഉള്ളതെന്നിൽ തള്ളി നീക്കി നിന്നുടയ നല്ല നല്ല ദാനങ്ങളും ഉള്ളലങ്കരിക്കുക എന്റെ യേശുവേ. കരുണാസനപതിയേ നട്ടം തിരിയൂ എന്നെ വിട്ടുകൊള്ളേശുവേ. കരുണാസന